തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് നടത്തിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത തൃശൂർ ഈസ്റ്റ് പോലീസ് പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധമായിരുന്നു സ്കേറ്റിംഗ് എന്ന എഫ്ഐആറിൽ. അപകടകരമായ സ്കേറ്റിംഗിന്റെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂരജ്, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം അന്വേഷണം കാര്യമായി നടന്നോ? എസ്കെൻ, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ദ്രുതഗതിയിൽ ഇടപെടലുണ്ടായി. ഈ ദൃശ്യങ്ങളടക്കം, അതായത് തൃശ്ശൂർ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് 4 മിനിറ്റ് കൊണ്ടാണ് ഈ സ്വരാജ് റൗണ്ട് മുഴുവൻ ചുറ്റി ഈ സ്കേറ്റ് ചെയ്ത ആൾ ശക്തൻ ബസ് സ്റ്റാൻഡിൽ എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. ഒരു വാഹനത്തിൽ പോയാൽ പോലും ഈ ഗതാഗത കുരുക്കിലൂടെ ഇത്രയും വേഗത്തിൽ ഈ ശക്തൻ വരെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിലാണ് ഈ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുമെല്ലാം ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഈ സ്കേറ്റിംഗ് നടത്തി ഈ വ്യക്തി 25 വയസ്സ് തോന്നിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ ഈ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് വലിയ അപകടകരമായ രീതിയിൽ ഒരു യുവാവ് യാത്ര ചെയ്യുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ അന്ന് പിറ്റേ ദിവസം 24 പുറത്തുവിടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ ക്യാമറകളിലെയും ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. പക്ഷേ ഈ യുവാവിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അധികം വൈകാതെ തന്നെ ഈ സ്കേറ്റ് ചെയ്ത യുവാവ് പിടിയിലാകും. നിലവിൽ ഈ മനുഷ്യജീവന് അപകടം വരുത്തുന്ന തരത്തിൽ അശ്രദ്ധമായി ഈ ഡ്രൈവ് ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ, അതായത് അശ്രദ്ധമായി ഈ സ്കേറ്റ് ചെയ്തു, അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യജീവൻ അപകടകരമാകുന്ന പ്രവൃത്തി ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. മാതൃകാപരമായ ഒരു നടപടി വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്ന് തന്നെയാണ് പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. എസ് കെ.